പുള്ളിക്കാരി കണ്ടപ്പോഴേ ഓക്കെ പറഞ്ഞോ? ഇല്ല, പുള്ളിക്കാരി കണ്ടു. അപ്പം ലുക്ക് വൈസ് എൻ്റെ ആ ക്യാരക്ടറിന് ഓക്കെയാണ്. പിന്നെ നമ്മൾ അത് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തിയായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ചാനലിന് ഓക്കെ ആയി. അങ്ങനെ ഓരോ പ്രോസസ്സ് ഉണ്ട് ഇതിനകത്ത്. അതിൽ ഓക്കെ എന്തോ ദൈവാനുഗ്രഹം പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും ഉണ്ട് കേട്ടോ. ഹാർഡ് വർക്കും ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹവും ഇപ്പൊ അത്യാവശ്യം നല്ല റേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം 11.8 ഒക്കെ ഉണ്ട്. ഇനിയും കയറട്ടെ, തീർച്ചയായിട്ടും കയറും. കാര്യം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ആഗ്രഹം സിനിമയാണെന്ന് പറഞ്ഞു. അപ്പം സിനിമയിലേക്ക് എന്തെങ്കിലും നമ്മളിപ്പം ഏതെങ്കിലും ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? അതോ എന്തെങ്കിലും സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ പ്രളയം വരുന്നേക്കാൾ മുമ്പ് ഒരു സിനിമ തമിഴായിരുന്നു, തത്വമസി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അന്നേരം അങ്ങനെ ഓഡീഷനൊക്കെ പോയിരിക്കുന്ന സമയമാണ് ഇതുപോലെ കിട്ടി. പക്ഷെ അതും ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തു. പിന്നെ അത് പ്രൊഡ്യൂസറായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളും കാര്യങ്ങളും വന്നിട്ട് അത് പെട്ടിയിലായി. പിന്നെ എനക്കില്ല. അല്ല, ഇനി എന്തെങ്കിലും നോക്കുന്നുണ്ട്? ഇപ്പൊ 2024 ഇപ്പൊ ഏതാണ്ട് 6 വർഷമായില്ലേ? അതെ. നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്, സിനിമ തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഏതൊരു എന്താ പറയാ, അഭിനയിക്കാൻ ഉള്ള ആളുടെ അടുത്ത് ചോദിച്ചാലും പറയുന്ന പോലെ തന്നെ സിനിമ തന്നെയാണ് എൻ്റെ സ്വപ്നം, ആഗ്രഹം. തീർച്ചയായിട്ടും അതിലേക്ക് എന്തായാലും നമ്മളിങ്ങനെ വരും, അതിലേക്ക് എത്തും. സമയമുണ്ടല്ലോ. അതെ. ഈ കല്യാണം ഒളിച്ചോട്ടമായിരുന്നോ അതോ? അല്ല, ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് വിത്ത് അറേഞ്ച് ആണ്. സ്നേഹിച്ചു പിന്നെ അറേഞ്ച് ചെയ്തല്ലേ? അതെ. നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത വീട്ടുകാരാണോ? ഞങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്തു, പിന്നെ വീട്ടുകാരെ കൊണ്ട്. വീട് ശ്രീദേവി അല്ലേ? ശ്രീദേവിയുടെ വീടും അവിടെ തന്നെയാണോ? നമ്മുടെ വീടിന്റെ അവിടെ തന്നെ, ഒരു 8-9 കിലോമീറ്റർ അപ്പുറം. അത്രയോ വലിയ ദൂരമൊന്നുമില്ല, എപ്പോഴും കാണാം. അതെ. അപ്പൊ ഈ സ്നേഹിച്ച് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചത്? ഞാൻ ഡിഗ്രിക്ക് തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് അവള് ഫസ്റ്റ് ഇയർ വരുന്നു. അതും ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മള് കോളേജ് സമയത്ത് അറിയാലോ, ചെത്തി നടക്കണ പ്രായമാണ്. അതെ. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു കോഴിത്തരൊക്കെ കാണിച്ച് വായ നോക്കി നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, മാപ്രാണത്ത് തന്നെ വീട്, ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വീട്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി വരുന്നുണ്ട്, ശ്രീദേവി എന്നാണ് പേര്, നിനക്ക് പറ്റുകയാണെങ്കിൽ നീ അവളെ ഒന്ന് വളച്ച് കാണിക്കുന്നു പറഞ്ഞു. വെറുതെ ഒരു ബെറ്റ്. അപ്പം ഞാൻ അങ്ങനെയാണോ, അത്ര വലിയ ഭയങ്കര അവൾക്ക് ഭയങ്കര ചാടാണെന്നൊക്കെ പറഞ്ഞു ഇവൻ. അതുപോലെ ഞാനിപ്പോൾ പറയാണ്. അപ്പോൾ നീ പറ്റണെങ്കിൽ ഒന്ന് വളച്ച് കാണിക്കുന്നു പറഞ്ഞു. എനിക്കൊന്ന് ഈ പറഞ്ഞ ആള് പുറകെ നടന്നു കാണത്തില്ല. അവൻ നടന്നിട്ടുണ്ടോന്ന് അറിയില്ല. അതെ, കാരണം ആ ഭാഗത്ത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ട്രൈ ചെയ്തിട്ട് വരാതപ്പോഴായിരിക്കാം ഒന്ന് ബെറ്റ് വെപ്പിച്ചത്. അങ്ങനെ ഇവള് വന്നു. ഞാനപ്പം ഈ പറഞ്ഞ പോലെ നമ്മള് റാഗിങ് ഒക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്നു, ഇവളെ വിളിക്കുന്നു, റാഗ് ചെയ്യുന്നു. ഞാൻ ഇതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞത് ഇവളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നേക്കാം, നീ ചായ കൊണ്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര പേടിയുള്ള ആള് ഇത്തിരി ഷൈ ഒക്കെയാണ്. അപ്പോൾ ആൾക്കാരെ നാണൊക്കെ ആയിട്ട് അങ്ങനെ പേടിയൊക്കെ ആയിട്ട് നിൽക്കുക. ഞങ്ങളിങ്ങനെ 3-4 പിള്ളേരിങ്ങനെ അവിടുത്തെ ചെറിയ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ വായോ, നീ വന്ന് ചായ തരാൻ പറഞ്ഞു. അപ്പോൾ കയ്യിൽ ചായ ഇല്ല. ചായ നീ കയ്യിൽ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിച്ചാൽ മതി, എന്നിട്ട് വരാൻ പറഞ്ഞു. അവള് വന്ന് അടുത്ത് വന്ന് പറഞ്ഞു, നീ മറ്റേ കളം വരക്കി അതൊക്കെ വേണമല്ലോ, നാണം കൊണ്ട് മറ്റേ കളം വരയ്ക്കണമല്ലോ, കാലമുണ്ട്. അപ്പം അതൊക്കെ വരപ്പിച്ച് അങ്ങനെ ഒരു ഇതിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഇഷ്ടം. അല്ല, പിന്നെ ഏത് സമയത്താണ് ഈ പറഞ്ഞ ശ്രീദേവിയെ ഗിരീഷിന്റെ ഉള്ളിലേക്ക് വന്നത്? കാര്യം വീഴ്ത്താൻ പാടാന്ന് പറഞ്ഞു. പിന്നീട് ഉള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ത്താന്നുള്ളായിരുന്നു. ഒറിജിനലായിട്ട് ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത്? ഒന്ന് ടൈം പാസിന് നമുക്ക് നോക്കാനാണോ, അല്ലെങ്കിൽ സത്യം ഫസ്റ്റ് നമ്മളൊരു ടൈം പാസ് ആണ്. കാരണം ഈ ഒരു ബെറ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കുന്നത് നമുക്ക് തോൽക്കാൻ പാടില്ലല്ലോ. സിനിമ ഓർമ്മ വരുമോ? ഏത് വിധാനം നമുക്കിത് സെറ്റ് ആക്കണം എന്നുള്ള മൈൻഡിലാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെടണം അതിന് വേണ്ടിട്ട്. അങ്ങനെ പിന്നീട് സംസാരിക്കുന്നു, എന്താ പറയാ, പിന്നീട് ഇങ്ങനെ മനസ്സിലായി തുടങ്ങി, നമ്മുടെ ക്യാരക്ടർ മനസ്സിലായി. നമ്മൾ പിന്നെ സംസാരിക്കുമ്പോൾ നമ്മളെ പറ്റി അറിയാം. പിന്നെ അതങ്ങനെ സംസാരിച്ച് അത് എപ്പോഴോ സീരിയസിലോട്ട് പോയി.
അങ്ങനെ സീരിയസ് ആയി. ആരാണ് ആദ്യം പറഞ്ഞത്, ഗിരീഷാണോ ശ്രീദേവിയാണോ? ഫസ്റ്റ് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അന്നേരം ചോദിച്ചു ഒറിജിനലാണോ അതോ അന്നേരം ഉള്ളി ഒറിജിനലായിട്ട് തോന്നിയോ, ആത്മാർത്ഥത തോന്നിയോ? ഞാൻ ഫസ്റ്റ് ഇവരോട് ഈ ഇഷ്ടമാണെന്ന് ഞാൻ പറയണേക്കാളും മുമ്പ് ഇപ്പം മറ്റേ സാധനം കിടക്കണ കാരണം കൊണ്ടാണ്. അപ്പം എന്റെ ശരിക്കുള്ള ഇഷ്ടമല്ല ഫസ്റ്റ്, അതായത് ആ ബെറ്റിന്റെ പുറത്തുള്ള ഇഷ്ടമാണ് ഞാൻ ആദ്യം തന്നെ പറയണേ. അപ്പോൾ ആള് പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, ഇതൊക്കെയാണ് ആദ്യം സമയം കൊണ്ടാണ് പറഞ്ഞത്. അതായത് ബെറ്റ് വെച്ച് എത്ര സമയം കണ്ടിട്ട്, അതായത് താങ്കള് ഫൈനൽ ഇയർ അല്ലായിരുന്നോ? ഒരു മാസത്തോളം ഞാൻ പിന്നാലെ നടന്നിട്ടുണ്ട്. പിന്നാലെ നടന്ന് ഓരോന്നും നമുക്കറിയാലോ, നമ്മൾ കാണിച്ചു കൂടുന്ന ഓരോ പരിപാടികൾ അങ്ങനെയൊക്കെ ആയി. ഒരു മാസത്തോളം നടന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഇഷ്ടം. അത് സംസാരിച്ചത് റിയൽ ഒരു ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എത്ര വർഷം സ്നേഹിച്ചു? ഞങ്ങള് ഇപ്പോഴും സ്നേഹിച്ചോണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ. അല്ല, വിവാഹത്തിന് മുന്നേ ഒരു സ്നേഹം കാണുമല്ലോ. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 3 വർഷമായി. അതുവരെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചു ഒരു 6 വർഷത്തോളം. ടോട്ടൽ 9 വർഷം സ്നേഹിക്കുന്നു, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്നേഹം നല്ലപോലെ തന്നെ പോട്ടെ തീർച്ചയായിട്ടും. ഇനിയും നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ, കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഈ ഒരു നായകൻ എന്നുള്ളൊരു പരിവേഷം മാറാതെ തന്നെ മുന്നോട്ട് അടുത്ത സീരിയലും സിനിമയിലൊക്കെ നായകനാവട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പിന്നെ ഞാൻ പറയേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കണതിന് കാരണം, അല്ലെങ്കിൽ ഈ ആര്യം എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് എത്തി. ഞാൻ പറഞ്ഞല്ലോ, ഗ്രീൻ ടി വി എന്നുള്ളൊരു ബാനർ, അത് നമ്മൾ ചേച്ചി നമുക്കത് അങ്ങനെ ക്യാരക്ടർ തന്നു. അവിടെ വരെയാണ് ശരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ചെയ്താലാണ് ആൾക്കാർക്ക് ഇഷ്ടാവുള്ളൂ. നമ്മൾ എത്രയൊക്കെ ആയാലും നമ്മളെന്തെങ്കിലും ചെയ്താൽ നമ്മളതിനെ പറ്റിയിട്ട് ആ ഒരു ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊണ്ട് ചെയ്താലാണ് ആൾക്കാർ എത്തുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ ഇത് അറിയാലോ, കോമ്പറ്റീഷൻ ഒരുപാടുള്ള ഒരു ഫീൽഡാണ്. അപ്പം അങ്ങനെ ഈ ക്യാരക്ടറിനെ തന്നെ ഇങ്ങനെ ആ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്ന് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത് നമ്മുടെ ഡയറക്ടറാണ്. അൻസാർ ഖാൻ എന്നാണ് സാറിൻ്റെ പേര്. അപ്പം സാറ് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുള്ള ആളാണ്, എക്സ്പീരിയൻസ് ഇഷ്ടം പോലുള്ള ആളാണ്. അതുപോലെ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് നമ്മളുടെ അടുത്ത് ഈ ക്യാരക്ടർ ഫസ്റ്റ് തൊട്ടേ ഇങ്ങനെയാണ് എന്നോട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ക്യാരക്ടറിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെയ്തിട്ടുള്ള. അപ്പം ആളാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറാക്കി ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നത്. ഇപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് മാത്രമായിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ KK ആയാലും ലാവണ്യച്ച ആയാലും ചേട്ടൻ ദീപൻ ചേട്ടൻ, ബിബി, അതുപോലെ തന്നെ ഐശ്വര്യ, മിത്ര, പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ എല്ലാ ക്യാരക്ടേഴ്സും, നമ്മുടെ ഈ സീരിയലിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും ആശിഷിൻ്റെ പേര് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് തരുന്ന സപ്പോർട്ട് അത്രയാണ്. ഇവരൊക്കെ തരുന്ന ഈ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടർ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാം കേട്ടോ. ശരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ വൈഫിനെ വിളിച്ച് പറ്റിക്കാൻ പറ്റുന്ന രീതി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ വൈഫിന് ചെറിയൊരു ഫോണിൽ പ്രാങ്ക് കോൾ കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ വരുന്നുണ്ട്. അല്ല, വന്നില്ല എന്ന് പറഞ്ഞാൽ മതി, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും കൂട്ടുകാരുണ്ടോ ആരെങ്കിലും പറ്റിക്കാൻ പറ്റി? കൂട്ടുകാര് അതായത് വിളിച്ചാൽ ഓടിയെത്തുന്ന ചങ്കുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ചങ്കുകളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ഉണ്ടോ? പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു പറ്റി? കട്ടയ്ക്ക് വരുന്ന, തീർച്ചയായിട്ടും വരുന്ന, കട്ടയ്ക്ക് വരും എന്നുള്ള നാട്ടിലേക്ക് വരുന്ന ഇവിടെ വരുമോ? വരാന്ന് പറയുന്ന വരുത്തണ്ട, നമുക്ക് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാം. ഇപ്പൊ തിരുവനന്തപുരത്തോട് വരാനാ? എന്തെങ്കിലും ഒരു വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് എടാ ഇതുപോലെ സംഭവം ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുക. ഇവിടെ വരാൻ പറഞ്ഞ ചില പ്രാങ്ക് ചെയ്യും, പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞ് പ്രാങ്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എനിക്കിവിടെ ആരും അറിയത്തില്ലടാ, വണ്ടി ഞാൻ നോ പാർക്കിംഗ് ഇട്ടിരുന്ന് വണ്ടി മെയിൻ ചങ്കുകളൊക്കെ വിളിച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് നമ്മള് ഫോൺ എടുത്താൽ ചിലപ്പോ പറയുന്ന ഭാഷയൊക്കെ വേറെ. അല്ല എന്നിട്ട് പറഞ്ഞാൽ മതി, ആദ്യം ലൗഡ് സ്പീക്കർ ഇടണ്ട, എന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ കൊടുക്കാം എന്ന് പറയാ, ഇപ്പൊ ലൗഡ് സ്പീക്കറാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുക. ഒന്ന് വിളിച്ചു ഇഷ്ടമുള്ള ഒരാളെ, വണ്ടി തട്ടിയിടാ. അന്നൊരു കാര്യം ചെയ്തല്ലോ, ബിബിനെ വിളിച്ചല്ലോ. ബിബിനെ വിളിച്ചിട്ട് പറയാം. ബിബിനെ വിളിച്ചു പറ, അതായത് നമ്മുടെ ഇതിനകത്തെ മറ്റൊരു നായകൻ. അതെ, ബിബിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് പറയാം അറിയാം നിങ്ങൾ വരുന്നത്. ഞങ്ങൾ പോയി, നമ്മൾ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മളില്ല ഇവിടെ. പുള്ളിയുടെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ വണ്ടി തട്ടിന്ന് പറയാം. ആരുടെ വണ്ടി കിടക്കുന്നത്? ബിബിയുടെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. പറ, വേറെ ഏതൊരു വണ്ടി കൊണ്ട് കയറ്റി തട്ടിയെന്ന് പറ കേട്ടോ. ഫസ്റ്റിനകത്ത് എറിയായിരിക്കും, അത് നിങ്ങൾ മറ്റേ ബീപ്പ് ഇട്ടോ. അല്ല അത് കുഴപ്പമില്ല, ലൗഡ് സ്പീക്കർ തന്നെ ഇട്ടോ, കുഴപ്പമില്ല.
അപ്പോൾ ബിബിനെ വിളിച്ചോക്കാം. ബിബിനെ വിളിക്കാം. അതായത് ഇവരുടെ നമ്മുടെ സാന്ത്വനത്തിൽ തന്നെ വേറൊരു കഥാപാത്രം ചെയ്യുന്നത്, അനിയൻ കഥാപാത്രം ചെയ്യുന്നല്ലേ? ചേട്ടനാണോ ബിബിൻ? ബിബിനെ വിളിക്കാം. ലൗഡ് സ്പീക്കർ ഇട്ടോ, ലൗഡ് സ്പീക്കർ ഇട്ടോ. ഒന്നര വിളിച്ചോ. ഷൂട്ടിലായിരിക്കും, കട്ട് ചെയ്തില്ല, കോള് പോയിട്ടില്ലാന്ന് തോന്നുന്നു. നോക്കിയേ. ബിബി ബിബി എടാ ഒരു മിനിറ്റ് ബിബിക്കൊന്ന് കൊടുത്തേ, ഫോൺ കൊടുത്തേ. ബിബി ഹലോ. എടാ ഒരു ചെറിയൊരു സീൻ കിട്ടിയടാ. അവര് വന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് പോയായിരുന്നു. ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്റെ വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഈ പൂജപ്പുര സെന്ററിൽ വെച്ചിട്ട് ഒരു ബൈക്കുകാരൻ വന്നൊന്ന് തട്ടി, ബോണറ്റ് പോയായിരുന്നു. ബോണറ്റ് പോയി. ബോണറ്റ് ചെറുതായിട്ട് ഒരു സൈഡ് അങ്ങ്. ജാമ്യം എടുക്കാറിലുണ്ടോ? 2 ID കാർഡ് ആയിട്ട് വരാൻ പറ. ജാമ്യം എടുക്കാറിലുണ്ടോ? ഇപ്പം വരും ചോര്. 2 ID കാർഡായിട്ട് വരാൻ പറ. പൂജപ്പുര സ്റ്റേഷനിലോട്ട് വരാൻ. പോലീസൊക്കെ ഇവിടെ പൂജപ്പുര സ്റ്റേഷനിലോട്ട് വരാൻ പറ. സ്റ്റേഷനിൽ അത് വണ്ടിയുടെ ഓണറാണോ? പുള്ളിയുടെ ആണോ? വരാൻ പറ. മറ്റേ ആൾക്ക് സീരിയസ് ആണ്. ഹലോ എടാ, സ്റ്റേഷനിലേക്ക് ഒന്ന് പോണം. ഓണറിനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ല, നിന്റെ ലൈസൻസ് ഉണ്ടോ? നിനക്ക് ലൈസൻസ് ഉണ്ടോ? ഉണ്ടോ? ഇവനല്ലേ ഓണർ? അവന്റെ ലൈസൻസ് ആയിട്ട് വരാൻ പറ. നിന്റെ ലൈസൻസ് ഇല്ലേ? അല്ലല്ല, ഇൻഷുറൻസ് ഉണ്ടോ? ചോര്. എന്ത് പ്രാങ്ക്? പ്രാങ്കല്ല, ഞാനിപ്പോ പൂജപ്പുര സെന്ററിലുണ്ട്. അല്ല, അവന്റെ വണ്ടിയാണോ? അവൻ ഇനി സ്റ്റേഷനിൽ വന്നിട്ട് എടുത്തോണ്ടാ മതി കേട്ടോ. സ്റ്റേഷനിൽ വന്ന് എടുത്തോണ്ടാ മതി അവന്റെ അടുത്ത്. ഏത് സ്റ്റേഷനിൽ? പൂജപ്പുര സ്റ്റേഷനിൽ. ഇവിടെ പൂജപ്പുര സ്റ്റേഷനിൽ പോകണമായിരുന്നു. ഇങ്ങോട്ട് എന്താ ഫോൺ തരുന്ന? വരാൻ പറ അവനെ. അതെന്താ വരാൻ പറഞ്ഞവനെ? ഹലോ, നീയാണോടാ എൻ്റെ ഓണർ? നീയാണോ ഈ വണ്ടിയുടെ ഓണർ? നീയാണോ? നിന്റെ പേരെന്താ? എന്താ പ്രാങ്കാന്നൊക്കെ ചോദിക്കാൻ? വണ്ടി കൊണ്ട് തട്ടിയിട്ട് വണ്ടി ലൈസൻസ് ഒക്കെ വേണ്ടേ? ഇൻഷുറൻസ് ഉണ്ടോ? വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ? വണ്ടി കൊണ്ട് തട്ടുന്നോ? നീ കൂടുതലായിട്ട് സംസാരിക്കാതെ നീ ആ സ്റ്റേഷനിൽ ഇവനെന്താ ശരിക്കുന്നവൻ? ഇവിടെ മര്യാദയ്ക്ക് വരാൻ പറ. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. വരാൻ പറ അടുത്ത്. കട്ടിയല്ലേ? നീ സാറിനെ വിളിക്കണ്ട. നീ വലിയ ആളൊന്നും കളിക്കണ്ട. നീ വെച്ചിട്ട് പോടാ. എടാ, ഞാൻ അനീഷാടാ. നീ അവിടുന്ന് പോടാത്. അല്ല, നിനക്ക് പിടിയൊന്നും കിട്ടിയില്ല. നീ നല്ല പേടിച്ച് അത് വിട്. നിനക്ക് ഷൂട്ട് ഉണ്ടായോണ്ട് നിന്നെ വിട്ട് പിടിച്ചാണ്. എടാ ബിബിനെ മോനെ, എടാ മോനെ, ഞാൻ അവന്റെ കൊടുക്കാം. ബിബിയെ ബാക്കിയുള്ള തെറിഞ്ഞ് ഇത് കട്ട് ചെയ്തിട്ട് നീ വന്നിട്ട് വിളിച്ചോ. അപ്പൊ താങ്ക് യു, ടാറ്റ. പിന്നെ അറിയാവുന്ന ചുമ്മാ അവനെ വെച്ചിട്ട് പോകാൻ പറയാൻ അടുത്ത്. എല്ലാ പ്രാങ്കിലും പെട്ടിയെടുക്കുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ്. എടാ, നിനക്ക് മറ്റേ ഞാൻ കട്ട് ചെയ്യത്തില്ല. അത് അതുപോലെ ഇടാ. നീ വെച്ചോ. ഏത് ഇവന്റെ? ഓക്കേടാ. ഇവന്റെ നഗ്ന സത്യങ്ങളൊക്കെ പുറത്ത് നഗ്ന സത്യങ്ങൾ അവൻ പറഞ്ഞു. അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. ഒരിക്കലും കട്ടായരുത്. ഇല്ല, ഈ പ്രാങ്ക് എന്ന് പറയുന്നത് അവന് ആദ്യം ഒന്ന് അവന് ചെറിയൊരു വട്ടായി. പിന്നെ അവന് മനസ്സിലായി. ഇവനെ തന്നെ വിളിച്ച കാര്യം കുറച്ച് മുമ്പ് ഞങ്ങളിപ്പോൾ സംസാരിച്ചോളൂ. എൻ്റെ വോയിസ് അവൻ ക്യാച്ച് ചെയ്തു. എങ്കിലും കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. വൈഫിനെ വിളിച്ച് ചിലപ്പോൾ പേടിക്കും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ബിബിനെ തന്നെ പണി ഇരുന്നോട്ടെ. അപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഈ ചിരി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നായക വേഷങ്ങൾ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു.